എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിദേശത്ത് നിന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. അപ്പം എല്ലാവരും ഇതെല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളിലും പോയിട്ടുള്ള ആൾക്കാരാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പം ഇവര് നമ്മളോട് പറയുന്നൊരു കാര്യം, ഞാൻ കരുശക്തി കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു വിഗ്രഹം കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ അതിനെ പൂജിക്കുന്നുണ്ട്, മന്ത്രങ്ങളുണ്ട്, പൈസ ഒഴിഞ്ഞിടാറുണ്ട്, പക്ഷെ എനിക്ക് ആകെ പ്രശ്നങ്ങളാണ്, ഞാൻ വളരെ പ്രോബ്ലത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ ചാത്തൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതി നമുക്ക് ഉണ്ടാവണം. അതില്ല എങ്കിൽ നമുക്കത് ഗുണത്തിനേക്കാൾ അധികം ദോഷം തന്നെയാണ് ചെയ്യുള്ളൂ. അപ്പൊ അവരോട് ഞാൻ ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയാണ്, പക്ഷെ അവർക്കത് അറിയാത്തത് കൊണ്ടും ഇത് അമ്പലത്തിലുള്ള ആൾക്കാർ കൊടുക്കുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ കൃത്യമായി പറഞ്ഞിട്ടും ആവാം. അത് ഇവർക്ക് ഫോളോ ചെയ്യും, മനുഷ്യന്മാരല്ല, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാവും പോയിന്റ് ആവുക. പക്ഷെ പിന്നീട് അത് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ ചോദിക്കും, ഞാൻ ഇവിടെ കൊണ്ടുവരട്ടെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നും അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾ എവിടെയാണോ അത് ചെയ്തിട്ടുള്ള അവിടേക്ക് തന്നെ പോവുക, കാര്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞ് ചെയ്യുക. നമുക്കൊരു കാര്യം നടക്കണമെങ്കിൽ ആ കാര്യത്തിനുള്ള കാര്യം ചെയ്താൽ മതി. സ്വാമിയെ കൊണ്ടുപോയി കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാറില്ല. അത് വളരെ ശക്തരായിട്ടുള്ള നന്നായിട്ട് അറിവുള്ള ജ്യോത്സ്യന്മാരായാലും പറയാം അങ്ങനെയാണ്. നമ്മൾ ഉപാസന രീതികൾ സ്വീകരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈസിയാണ്, പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ പ്രശ്നങ്ങളാവുമ്പോൾ പിന്നീട് അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടോ അതിനുവേണ്ടി ഒരു പരിഹാരങ്ങളോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം അത് പറഞ്ഞിട്ട് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്ന ലളിതമായ മാർഗത്തിലൂടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും അത് പിന്നത്തെ കാര്യം, അതിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് നമ്മുടെ ജീവിതം മൊത്തം അങ്ങോട്ട് തകർന്നു പോകുന്ന കാര്യം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതെല്ലാവരും സൂക്ഷിച്ച് കണ്ട് ചെയ്യാം.